ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലിരുന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും എല്ലാ നിലയിലും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവമക്കളെല്ലാവരും. ദൈവമക്കൾ കൂടി വരുമ്പോൾ ആത്മീയർ തമ്മിൽ സംസാരിക്കുന്നത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നൊക്കെയാണ്. ചുരുക്കം ചിലരാണെങ്കിൽ പോലും കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് പരസ്പരം പറയുമ്പോഴും കർത്താവ് വരും എന്ന് വിശ്വസിക്കുമ്പോഴും അതിൻ്റെ സന്തോഷമോ ഒരുക്കമോ ഒന്നും വാസ്തവത്തിൽ സഭകളിൽ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളിൽ കാണുന്നില്ല എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. വാസ്തവത്തിൽ നാം കാപട്യമാണോ പ്രവർത്തിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു. യേശു മടങ്ങി വരും എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ കൊതി ആവേശം മനസ്സിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരുക്കവും ഒക്കെ കാണുവാനായിട്ട് കഴിയണം. അല്ലായെങ്കിൽ നാം ഭംഗിവാക്ക് പറയുന്നവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. യേശു മടങ്ങി വരുവാൻ കാലമെടുത്തിട്ടും മടങ്ങി വരുവാൻ സമയമായി എന്ന് നമുക്ക് ബോധ്യം വന്നിട്ടും എന്തുകൊണ്ട് നാം ഒരുങ്ങുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സന്തോഷമില്ല? സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: മിസ്രയീമിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട ഇസ്രായേൽ മക്കളിൽ ചില ഗോത്രക്കാർ മോശയോട് ആവശ്യപ്പെട്ടതായ ഒരു വിഷയമാണ് സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയേദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അടിയങ്ങൾക്ക് ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായിട്ട് തരണം. ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. എത്രയോ ഭോഷന്മാരാണവർ. അവരിപ്പോൾ പാളയം അടിച്ചിരിക്കുന്ന സ്ഥലം നോക്കിയപ്പോൾ ആടുമാടുകൾക്ക് ധാരാളം തീറ്റ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, എന്തിനാണ് യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നത്? ഇവിടം കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടേക്കാം. പുല്ല് കിട്ടുന്ന സ്ഥലമാണ്. ആടിനെയും ഒക്കെ വളർത്താം, ആദായം കിട്ടും, സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. പിന്നെ ഈ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് യോർദാനൊക്കെ കടന്ന് എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? വാഗ്ദത്ത ദേശത്തെ കഴിഞ്ഞ് നല്ലത് ഈ ദേശം തന്നെയാണ്. അതുകൊണ്ട് മോശയോട് പറയുകയാണ്, ഞങ്ങളെ പുറപ്പെടുവിക്കരുത്, ഞങ്ങൾ നിങ്ങളോട് കൂടെ വരാൻ ആവശ്യപ്പെടരുത്, ഞങ്ങളിവിടെ താമസിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം. വാസ്തവത്തിൽ ഈ വചനം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി വന്ന ധാരാളം ചിന്തകളുണ്ട്. ഇന്ന് ഈ ലോകത്തെ വിടുവാൻ പലർക്കും മടിയാണ്. കാരണം ആവശ്യത്തിൽ കൂടുതൽ നന്മകൾ, അനുഗ്രഹങ്ങൾ അനേക തലമുറയ്ക്ക് വേണ്ടി വാരിക്കൂട്ടിയിരിക്കുന്ന സമ്പത്ത്, ഇതിനപ്പുറം ഒരു നിത്യതയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. 1-2 തലമുറയ്ക്കല്ല, അനേക തലമുറകൾക്ക് കഴിയുവാനുള്ള സമ്പത്ത് വാരിക്കൂട്ടിയ ആളുകൾ വാസ്തവത്തിൽ ഈ രൂബേന്യരെയും ഗാദ്യരെയും പോലെയാണ്. അവർ ചിന്തിക്കുമ്പോൾ ഇവിടെ കഴിയുന്നതാണ് നല്ലത്. വാഗ്ദത്ത ദേശവും ഒക്കെ അവിടെ കിടന്നോട്ടെ. വിണ്ണിൻ്റെ ദർശനം നഷ്ടപ്പെട്ടു പോയാൽ ഇതൊക്കെയാണ് പലരിലും സംഭവിക്കാൻ സാധ്യത. പാവനമായ പട്ടണത്തിലേക്ക് കടക്കുവാൻ യാത്ര പുറപ്പെട്ട പലരുടെയും ഗതി ഇതാണ്.
ലോകം വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട, യേശുവിൻ്റെ സന്നിധിയിൽ എനിക്ക് ചെന്നാൽ മതി എന്നൊക്കെ പാടിയവർ ഇപ്പോൾ ആ പാട്ട് പാടാൻ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആ പാട്ട് പാടുവാൻ അവർക്ക് കഴിയുകയില്ല. അലകൾ പടകിലടിച്ചാലും എനിക്കല്ലലില്ല, ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ എൻ്റെ കൂടെയുണ്ട് എന്ന് പിതാക്കന്മാർ പാടി അവർ യാത്ര ചെയ്തു. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി, പരത്തിലേക്ക് ഉയരും നാൾ അടുത്തു എന്നൊക്കെ അവർ പാടിയത് ആത്മാർത്ഥമായിട്ടാണ്. പക്ഷെ ഇന്ന് പലർക്കും അവരുടെ സമ്പത്തിൻ്റെ ആധിക്യം നിമിത്തം നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും അവർക്ക് കഴിയുന്നില്ല. ഇവിടം കൊണ്ട് ജീവിച്ചവസാനിപ്പിച്ചേക്കാം എന്ന ഒരു അവസ്ഥയിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. രൂപേന്യരെ പോലെ, ഗാദ്യരെ പോലെ. വഞ്ചിക്കപ്പെടരുത് പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചു വച്ചിരിക്കും. നിത്യത നഷ്ടപ്പെടുത്തുന്ന, കണ്ണിനിമ്പമായിട്ട് ഇപ്പോൾ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നിത്യതയെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിട്ടുകളഞ്ഞ് വിണ്ണിൻ്റെ ദർശനം പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ആത്മാവ് കൊണ്ട് ആരംഭിച്ച്, ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ പലരും അവസാനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ പുറപ്പാടിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിത്യതയിലെത്തുന്നതുവരെയും യേശുവിൻ്റെ മുഖത്ത് നോക്കി മാത്രം യാത്ര ചെയ്യുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ